എല്ലാവർക്കും ട്രെയിനിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. മക്കളെ, 3 പാർട്ട് വീഡിയോകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പരിചയപ്പെടുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല ഇത്. ഓൾറെഡി ട്രെയിൻ എന്നതിൻ്റെ ക്ലാസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, കൂടുതൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സീരീസ് മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിക്കുന്നത്. അല്ലാതെ ട്രെയിൻ എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ട്രെയിൻ എന്ന ചാപ്റ്റർ എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ട് പഠിക്കുന്നതാണ് എന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു ബേസ് കുറവുള്ള കുട്ടികൾക്ക് ഇത് കൺഫ്യൂസിങ് ആകും. കാരണം ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് ഒത്തിരി വിശകലനം ചെയ്ത് എന്താണ് ചാപ്റ്റർ, എങ്ങനെയാണ് കണക്കുകൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. പകരം ഓരോ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ആ കണക്ക് ചെയ്യുന്നതിന് ആവശ്യമായ തിയറി പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കുന്ന് അങ്ങനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ട്രെയിൻ എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പം ഇത് ഉപകാരപ്പെടുത്തുക. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകാരമാകുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മക്കളെ, 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, ആദ്യം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അറിയാമെങ്കിൽ വീഡിയോ പിന്നെ കണ്ട് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അറിയാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക. ഇനി PYQസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യുക. ഓരോ ടോപ്പിക്കിൻ്റെയും PYQs അവിടെ കവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും PYQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? അതായത് തീവണ്ടിയുടെ നീളം എത്ര എന്നാ ചോദ്യം. മക്കളെ, നീളം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ട്രെയിനിൻ്റെ സ്പീഡ് 108 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നേക്കുന്നത്, ആണോ? അപ്പോൾ ഈ സ്പീഡിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കണം. കിലോമീറ്റർ പെർ അവർ, 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡാണ്. കൺവേർഷൻ ചെയ്യാൻ പറ്റും, ഇൻറ്റു 5/18 ചെയ്താൽ മതി. പക്ഷേ 108 എപ്പോഴും ട്രെയിനിൻ്റെ ചോദ്യങ്ങളിൽ ട്രെയിനിൻ്റെ സ്പീഡായിട്ട് തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ 30 ആണ് എന്നൊന്ന് പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കണക്ക് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഇൻറ്റു ടൈം. ടൈം തന്നിട്ടുണ്ട് 20 സെക്കൻഡ് വേണ്ടി വന്നു എന്ന. സോ ടൈം 20 അല്ലേ. അപ്പോൾ ഈ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ്, ടൈം നമ്മൾ എടുത്തേക്കുന്ന സെക്കൻഡിലാണ്. ഈ 2 യൂണിറ്റും ചേരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു 600 മീറ്റർ എന്ന് കിട്ടും. 600 മീറ്റർ. ഓക്കെ, ഇനി ഇത് ട്രെയിനിൻ്റെ ചോദ്യമാണ്, അതോടൊപ്പം പാലത്തിൻ്റെയും കൂടെ ചോദ്യമാണ്. ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യത്തിൽ ഡിസ്റ്റൻസ് എന്നത് എപ്പോഴും രണ്ടിൻ്റെയും കൂടെ നീളമായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് 600 മീറ്റർ എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം രണ്ടിൻ്റെയും കൂടെ നീളം 600 ആണെന്നാണ്. അതിൽ ട്രെയിനിൻ്റെ നീളം കാണാനാ ചോദ്യം, പാലത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം 470 പ്ലസ് ട്രെയിനിൻ്റെ നീളമാണ് 600. അതിൽ നിന്ന് ട്രെയിനിൻ്റെ നീളം കാണാൻ 600ൽ നിന്ന് 470 കുറച്ചാൽ മതി എന്ന് മനസ്സിലാവും. ആൻസർ 130 എന്നാണ് കിട്ടുന്നത്. കുഞ്ഞുങ്ങളെ, ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എപ്പോഴും ഓർക്കുക, ഇവിടെ ട്രെയിനിൻ്റെ നീളം കാണാനാണ് ചോദ്യം. നീളം കാണാൻ ചോദിച്ചാൽ ഒരേ ഒരു ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ് തന്നേക്കുന്നത്, ടൈം സെക്കൻഡിലാണ് തന്നേക്കുന്നത്. സെക്കൻഡിന് ചേരുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 108 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി കാണാതെ പഠിച്ചു വെച്ചാൽ എപ്പോഴും വരുന്നതായതുകൊണ്ട് എളുപ്പമുണ്ട്. 108 കിലോമീറ്റർ പെർ അവർ 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു 600 മീറ്റർ എന്ന് കിട്ടും. ഇത് ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത് രണ്ടിൻ്റെയും കൂടെ നീളമായിരിക്കും. രണ്ടിൻ്റെയും കൂടെ നീളം 600 ആണ്. അതിൽ പാലത്തിൻ്റെ മാത്രം നീളം 470 ആണെങ്കിൽ ബാക്കിയുള്ള 130 ആയിരിക്കും ട്രെയിനിൻ്റെ നീളം. റെഡിയല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം: 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം. ഇത് ടൈം കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ആണോ? ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മുടെ ഇക്വേഷൻ.
ശരിയല്ലേ മക്കളെ? ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ പറ 225 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. ഈ ട്രെയിൻ ഒരു പാതവക്കിലെ പോസ്റ്റിനെ കടന്നു പോകാനാണ്. അപ്പോൾ അവിടെ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിൻ്റെ നീളമല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം 225 മീറ്റർ ആണോ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ സ്പീഡ് 54 km/h ആണ്. ഡിസ്റ്റൻസ് മീറ്ററില്ല, സ്പീഡ് കിലോമീറ്റർ പെർ അവറില്ല. ഇവന്മാർ ചേരില്ല. km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാണാതെ പഠിക്കുക. 54 എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡാണ്. 54 km/h എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡാണ് കേട്ടോ. ഇനി കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 54 എപ്പോഴും വരുന്നതാണ്. അതിൻ്റെ 15 ആണെന്ന് കാണാതെ പഠിച്ചു വെക്കുക. അപ്പം ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. നമുക്കറിയാം വെട്ടിക്കളയുമ്പോൾ 15 × 15 അല്ലേ 225. ആൻസർ 15 സെക്കൻഡ് വേണം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. മുന്നോട്ട് പോവാം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. അടുത്ത ചോദ്യം നോക്കിക്കേ. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന, ഓക്കെ, അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട് 12.5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം വേണം? ചോദ്യം വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം കാണാനാണ് ചോദ്യം. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ അല്ലേ? ഇനി ട്രെയിന് പാലം കടക്കുമ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്നത് രണ്ടിൻ്റെയും കൂടെ നീളമല്ലേ? അപ്പം 150 മീറ്റർ പ്ലസ് 350 മീറ്റർ അല്ലേ ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണ്ടേ? സോ 400 500 എന്ന് വരും അല്ലേ? ഇതാണ് ആകെ സഞ്ചരിക്കേണ്ട ദൂരം. ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 12.5 എന്ന് കിട്ടും. ആണോ? 12.5. മക്കളെ, ഈ 12.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുമ്പോഴേ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ? ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ 12.5 × 4 ആണ് 50. എന്നിട്ട് 40 എന്ന് നേരെ വെട്ടിക്കളയാം. 40 സെക്കൻഡ് എന്ന് വേണമെന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ 12.5നെ 25/2 എന്നങ്ങ് എഴുതുക. അതല്ലേ 12.5. അപ്പോൾ അത് തിരിഞ്ഞു വരുമ്പോൾ 2/25 എന്ന് വരും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. സോ 12.5 എന്ന് കാണുമ്പോൾ അങ്ങനെ എഴുതുക. 5.5 എന്ന് കാണുമ്പോൾ 11/2 എന്ന് എഴുതുക. അപ്പോൾ കുറച്ചുകൂടെ സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി ഇവിടെ 12.5 50 വെട്ടിക്കളയാം. 12.5 × 4 ആണ് 50. സോ 40 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 72 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. ഓക്കെ, ദൂരം കിലോമീറ്ററിലല്ലേ തന്നിരിക്കുന്നേ? സോ ഡിസ്റ്റൻസ് കാണാനാ ചോദ്യം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് അറിയാം. അതിൽ സ്പീഡ് km/h തന്നേക്കുന്നത്. ടൈം തന്നേക്കുന്നത് മിനിറ്റിലാണ്. 4 മിനിറ്റ് എന്നാണ്. ആണോ? എനിക്ക് ദൂരം ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ കിട്ടണമെങ്കിൽ സ്പീഡ് km/h എടുക്കണം, ടൈം അവറിൽ എടുക്കണം. അപ്പോൾ മിനിറ്റ് കിടക്കുന്നതിനെ അവറിലേക്ക് മാറ്റി അങ്ങ് ചെയ്താൽ മതി. ആണോ? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണ്. 4 മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്താൽ മതി. മിനിറ്റിനെ അവറാക്കാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതും കൂടെ അങ്ങ് വെട്ടിക്കളയാം. 15 തവണ അല്ലേ? ആൻസർ മക്കളെ 72 ഡിവൈഡഡ് ബൈ 15 എന്നല്ലേ വരുന്നേ? ആണോ? ഒന്നുകൂടെ അങ്ങ് വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്യാമല്ലോ. 3 വെച്ച് ചെറുതാക്കുവാണെങ്കിൽ 72 24 തവണ 3, ഇത് 5 തവണ 24/5 4.8 എന്നല്ലേ മക്കളെ കിട്ടുന്നേ? 4.8 കിലോമീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചെയ്തത് കറക്റ്റ് അല്ലേ? വ്യക്തമാണല്ലോ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 400 മീറ്റർ നീളമുള്ള ട്രെയിൻ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഇത് എന്ത് കാണാനാണ് ക്വസ്റ്റ്യൻ? ടൈം കാണാനാണ്. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ ഇക്വേഷൻ? ഇവിടെ ആകെ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ഈ 400ഉം ഈ 100ഉം അല്ലേ? കാരണം ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും കൂടെ ചോദ്യമാണ്. ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ നീളമായിരിക്കും. അതായത് 500 മീറ്റർ ആണോ മക്കളെ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ 10 മീറ്റർ പെർ സെക്കൻഡ് രണ്ടും ചേരും. അപ്പോൾ അവിടെ ഒന്നും കൺവേർഷൻ്റെ ആവശ്യമില്ല. ഇതും വെട്ടിപ്പോവും. ആൻസർ 50 സെക്കൻഡ് എന്ന് കിട്ടും. 50 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ്
കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട ടൈം. വീണ്ടും ടൈം കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മുടെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ആണ്. ട്രെയിനിൻ്റെ നീളമാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്, ശരിയല്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h എന്നാ തന്നേക്കുന്നത്. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിന് എന്തുകൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ? അപ്പം ഞാനത് സോൾവ് ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് എഴുതുവാണ്. 60 × 5/18 കറങ്ങി മുകളിൽ വരും. വെട്ടി ചെറുതാക്കാം മക്കളെ. ഇതും കൂടെ വെട്ടിപ്പോയി. 6ഉം 18ഉം കൂടെ 3 തവണ, ശരിയല്ലേ? 60 / 5 എന്നാണ് വരുന്നത്. നമ്മുടെ ഉത്തരം 12 എന്ന് കിട്ടും. 12 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ഈ 6 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.